ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറഞ്ഞ ഒരു പ്രേത അനുഭവമാണ്. കഴിഞ്ഞ ലക്കത്തിൽ പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. ഒരു വ്യക്തിയിൽ 2 ആത്മാക്കൾ കയറിയതിൻ്റെ സംഭവകഥയാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസ് ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് ഒരു ചെറുപ്പക്കാരൻ, അത് കുറച്ച് കൂട്ടുകാരും ഒക്കെ ആയിട്ട് രാത്രി ഒരു പനയുടെ മൂട്ടി പോയിരുന്നു മദ്യപിക്കുമായിരുന്നു. അങ്ങനെ മദ്യപിച്ചിരിക്കവേ അദ്ദേഹത്തിന് അവിടെ നിന്ന് ഒരു പ്രേതം അദ്ദേഹത്തിൻ്റെ ശരീരത്തേക്ക് കൂടുന്നു. അതിന് ഞങ്ങളെല്ലാവരും കൂടെ പോയി അതിനെ ഒഴിപ്പിച്ചിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട് അയാളുടെ വീട്ടിൽ നിന്ന് വീണ്ടും ആൾക്കാർ എന്നെ അന്വേഷിച്ച് വരുന്നു. അയാൾക്ക് വീണ്ടും പ്രേതം പിടിച്ചിരിക്കുന്നു. അതായത് ഈ പനയുടെ മുട്ടിൽ വെച്ച് അങ്ങേർക്ക് കിട്ടിയ പ്രേതം കാണിച്ച ലക്ഷണങ്ങളൊന്നും അല്ല കണ്ടത്. അയാളൊരു സ്ത്രീയെ പോലെ പെരുമാറുന്നു. അതൊരു പ്രേതബാധ തന്നെയാണ്. സ്വഭാവമൊക്കെ മാറിപ്പോയൊരവസ്ഥ. വീണ്ടും വരണം, എന്താണെന്ന് നോക്കി അത് പരിഹരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ സംഭവം ഞാൻ പറയുമ്പോൾ ചില കാര്യങ്ങൾ എനിക്കത് അങ്ങോട്ട് വ്യക്തമായി അവതരിപ്പിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് അത് മനസ്സിലാക്കുക. പൊതുവേദിയിൽ പെട്ടെന്നൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലുള്ളൊരു സംഭവമല്ല ഇനി അങ്ങോട്ടുള്ളത്. ഞങ്ങൾ വീണ്ടും അവിടെ ചെന്നപ്പോൾ ഇയാൾ പൊട്ടു തൊട്ടിരിക്കുന്നു, കണ്ണെഴുതിയിരിക്കുന്നു. ഒരു സ്ത്രീയായി ഇദ്ദേഹം മാറി ഒരവസ്ഥ. സ്ത്രീകളെ പോലെ പെരുമാറുന്നു. എല്ലാവരും കാണുമ്പോൾ ഒരു നാണം പോലെയൊക്കെ ഇടപെടുന്നു. ഇങ്ങനെ ഉള്ള ഒരു സ്വഭാവം ആയിപ്പോയി. നല്ലൊരു ചെറുപ്പക്കാരനാണ്. ജോലിക്കൊന്നും പോകില്ല, പുറത്തിറങ്ങൂല, വെയിൽ കൊള്ളൂല, അധികം വീട്ടിലെ ജോലിയൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യും, മുറ്റുപടിക്കും. ഇങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നിപ്പോയി ഒരവസ്ഥയാണ്. എന്തായാലും ചോദ്യം പറച്ചിലൊന്നും വലുതായിട്ടൊന്നും ഉണ്ടായില്ല. നമുക്ക് പൂജയിലേക്ക് കിടക്കാം. ഒന്ന് ചെയ്തിട്ടൊരു 2-3 മാസം ആയതേ ഉള്ളൂ. ആദ്യത്തെ ഈ പനയുടെ മൂട്ടിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു ചെറുപ്പക്കാരൻ്റെ പ്രേതം കിട്ടിയത്. രണ്ടാമത് ഇതും കൂടെ ആയപ്പോഴത്തേക്ക് ആ വീട്ടുകാരാകെ വശം കിട്ടും. എങ്കിലും ഞങ്ങളെല്ലാവരും കൂടി സഹകരിച്ചിരുന്നു, എന്തായാലും ഇതും കൂടി നമുക്ക് ഒഴിവാക്കാമെന്നുള്ളത്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഒരു ദിവസം തീരുമാനിച്ചിട്ട്, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ കൂട്ടുകാർ കുറേ ചെറുപ്പക്കാരുണ്ട്. എല്ലാം ഒരു ഒതുങ്ങിയ ഒരു സ്ഥലമാണ് കേട്ടോ. ഇത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഒരു അതിർത്തിയാണ്, മറ്റൊരു സ്റ്റേറ്റിൻ്റെ തുടക്കമാണ് അവിടെ. അപ്പം അവരെല്ലാവരും കൂടി സഹകരിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി പറഞ്ഞ് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഞങ്ങളും കൂടിയൊക്കെ കാശൊക്കെ തരാമെന്നുള്ള, അതൊന്നും വേണ്ട, സാധനങ്ങൾ മാത്രം തന്നാൽ ഞങ്ങൾ എത്തിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഞാൻ നിന്ന ക്ഷേത്രത്തിൻ്റെ ആൾക്കാരൊക്കെ ഇതൊക്കെ ഭയങ്കര സഹകരണമാണ്. അപ്പം ഞങ്ങളെല്ലാം കൂടി ഒരു ജീപ്പിലാണ് പോകുന്നത്. അങ്ങനെ നേരെ അവിടെ ഈ പൂജാ ദിവസം അവിടെ എത്തി പൂജ തുടങ്ങി. അപ്പോൾ ഞാനിത് വലിയ നീളമില്ലാതെ പെട്ടെന്നങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കാം. ആരെയും വലിച്ചു നീട്ടി പറയാൻ പറ്റില്ല. അത് അങ്ങനെ പറഞ്ഞാൽ ഇതിനൊക്കെ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അത്രയ്ക്കൊന്നും പറയുന്നില്ല. പൂജ തുടങ്ങി കഴിഞ്ഞപ്പോൾ അതായത് ഈ ചില സമയങ്ങളിൽ അവന് സ്വബോധമുണ്ട്, അവൻ പുരുഷനാണെന്നുള്ള ബോധമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവന് ഒരുപാട് വിഷമമാണ്, അവനിങ്ങനെ ആയിപ്പോകുന്നു. അവൻ പറയുന്നത് അവൻ്റെ അടുത്തേക്ക് ഒരു സ്ത്രീ വരുന്നുണ്ട്, ആ സ്ത്രീ അവൻ്റെ ശരീരത്തിലേക്ക് കയറുന്നത് മാത്രമേ അവന് ഓർമ്മയുള്ളൂ. പിന്നീട് അവൻ കാണിക്കുന്നതൊന്നും അവന് ഒരു ബോധവുമില്ല. ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ മൂത്ത മകള് ഒരു ബിസിനസ് തുടങ്ങിയിരിക്കുന്നു, ഓൺലൈൻ ബിസിനസ്സാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഡിസൈനുള്ള തുണികൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള തുണികൾ തയ്ച്ച് കൊറിയറിൽ അയച്ചു തരുന്ന ഒരു സംവിധാനമാണ്. കുറച്ച് വിപുലമായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ഈ കാണിക്കുന്ന ഈ സൈറ്റിൽ നിങ്ങൾ കയറി നോക്കുക. ഇതിനകത്ത് ഒരുപാട് മോഡലുകൾ കാണിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ തീർച്ചയായിട്ടും ഓർഡർ തരണം. ഒരുപാട് പേര് ഞങ്ങൾക്ക് ഓർഡർ തരുന്നുണ്ട്. നിങ്ങളും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കണം. അത് കൊറിയറിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരും. വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ, അത് ഡിസൈനിനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കുക. പിന്നെ എത്രയോ സമയം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവന് ബോധം വരുമ്പോൾ
അപ്പോൾ ഈ പൊട്ടിയിട്ടിരിക്കുന്നു, കരിയിട്ട് വലിച്ചിരിക്കുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് എവിടെ ഒക്കെ പോയി എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരിയൊക്കെ ഇങ്ങനെ കണ്ണെഴുതുകയൊക്കെ ചെയ്യും. പിന്നെ അവൻ തന്നെ പോയി അതെല്ലാം തുടച്ചിട്ട് അവന് ഭയങ്കര വിഷമമാണ്. അതായത് 24 മണിക്കൂർ ഉണ്ടെങ്കിൽ ഒരു 2 അല്ല 3 ഒരു ഭാഗം ഒരു 8 മണിക്കൂറെങ്കിലും അവ ഇങ്ങനെ ഒരു അബോധാവസ്ഥയിലാണ്. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ ചെന്നത്. ബോധത്തോടു കൂടി തന്നെ ഞങ്ങൾ പൂജയ്ക്ക് എന്നപ്പോൾ ബോധത്തോടു കൂടി ഇരിക്കുകയാണ്. ഞങ്ങൾ പൂജയൊക്കെ തുടങ്ങിയതിന് മുമ്പിൽ ഇരുത്തിയിട്ട് അനുഗ്രഹിപ്പിച്ചു. ഒരു 2-3 മണിക്കൂർ, 2-3 അല്ല കേട്ടോ, ഒരു 3-4 മണിക്കൂർ ഞങ്ങൾ പരിശ്രമിച്ചിട്ട് ഇത് ശരീരത്ത് വരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ഇതൊരു വെല്ലുവിളിയായി. ഇത് വന്നാലല്ലേ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് എവിടെ നിന്ന് കിട്ടി അവന് ഇങ്ങനെ എന്തെങ്കിലും, അവന് ഒന്നും തുറന്നു പറയുന്നില്ല. അവ എന്തൊക്കെയോ മറയ്ക്കും പോലെയൊക്കെ പറയുന്നുണ്ട്. രാത്രി വേറെ എവിടെയെങ്കിലും ഞങ്ങൾ ചോദിച്ചു എവിടെയെങ്കിലും പോകുന്നുണ്ടോ, നീ രാത്രി 12 മണിക്ക് വീട്ടിൽ വരാതെ വേറെ എവിടെയെങ്കിലും ഒന്നുമില്ല, ഞാൻ അവിടെ തന്നെ ഉണ്ട്, അങ്ങനെയുള്ള സ്ഥലത്തൊന്നും പോകാറില്ല എന്നൊക്കെയാണ് അവൻ പറഞ്ഞത്. അപ്പം പിന്നെ അവനോട് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഈ ശരീരത്ത് നീ ഇതിൻ്റെ വരാൻ വേണ്ടിയിട്ട് നീയും കൂടെ ആഗ്രഹിക്കുക, ഞങ്ങളതിൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, നീയും കൂടെ ആഗ്രഹിച്ച് അതിനെ വിളിച്ചു വരുത്താൻ പറഞ്ഞു. അങ്ങനെ ഇവൻ കുറേ സമയം കഴിഞ്ഞ് വീണ്ടും ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ശരീരത്ത് വന്നു. ശരീരത്ത് വന്നിട്ട് പിന്നെ ഇത് നമ്മൾ അപ്പോൾ ഇത് ആദ്യം ശരീരത്ത് വരാതിരുന്നപ്പോൾ തന്നെ മനസ്സിലായി ഇതെന്തൊക്കെയോ രഹസ്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്, അതുകൊണ്ടാണ് ഇത് വരാത്തത്. ഇവൻ്റെ മനസ്സും അത് ആഗ്രഹിക്കുന്നില്ലായിരിക്കാം, കാരണം വീണ്ടും ഇത് വരാൻ വേണ്ടി ആഗ്രഹിക്കാൻ വേണ്ടി പറഞ്ഞത് കൊണ്ടാണ് ഇത് വന്നത്. അപ്പം ഇത് പോകുന്നതിന് മുമ്പ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പം പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില നടപടിക്രമങ്ങളുണ്ട്, അതുമൊക്കെ പിന്നെ ചെയ്തു വെച്ചു. പിന്നെ നമ്മുടെ ഒന്നും അനുമതി ഇല്ലാതെ ഇതിന് പോകാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടാക്കി വെച്ചു. അതിന് കർമ്മങ്ങളാണ്, അതിൻ്റെ ഒരു രീതിയാണത്. അതൊക്കെ ചെയ്തു വെച്ചതിന് ശേഷം കാര്യങ്ങൾ ചോദിച്ചു, നീ എവിടെ ഉള്ളതാണ്, എങ്ങനെയാണ് ഈ ശരീരത്ത് കയറിയതെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കാണ് അടുത്ത ഒരു ആറ്റം ബോംബ് അവിടെ പൊട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവ ഈ രാത്രി 12 മണിക്ക് ഇവൻ്റെ കൂട്ടുകാരമ്മയോട് മദ്യപിച്ചിട്ട് അവരെല്ലാം അവരുടെ വീട്ടിൽ പോകും. ഇവൻ പോകില്ല. ഇവൻ പോകാതെ മറ്റൊരു ഭാഗത്താണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ഈ ശരീരത്ത് വന്നതാരെന്ന് പറയാം. അപ്പം ഞങ്ങൾ ചോദിച്ചു, ഇതാരാണ് ശരീരത്ത് ഇപ്പോൾ നിൽക്കുന്നത്, സ്ത്രീയാണെന്നറിയാം, ഇതാരാണെന്ന്. അപ്പോൾ പറയുന്നത്, തൊട്ട് കുറച്ച് ഇവരുടെ വീട്ടിൻ്റെ വേറൊരു ഭാഗത്ത് ഒരു കറവക്കാരനുണ്ട്. കറവെന്ന് വെച്ചാൽ പശു എരുമയൊക്കെ കറക്കാൻ പോകുന്ന ഒരാൾ, അയാളുടെ വീടിനടുത്തുള്ളതാണ്. അപ്പോൾ അയാളുടെ വീടിൻ്റെ അടുത്തുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ കൂട്ടുകാരിയാണ് ഈ കറവക്കാരൻ്റെ ഭാര്യ. ഞങ്ങൾ വിവാഹത്തിന് മുന്നേ തന്നെ ഞാൻ മരണപ്പെട്ടു പോയതാണ്. ഞങ്ങൾ ഒന്നിച്ച് കളിച്ചു വളർന്ന് പഠിച്ചു വന്നവരാണ്. ഞങ്ങൾ ഒരു പുരുഷന് തന്നെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഒരു പുരുഷൻ്റെ ഭാര്യമാരായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് അത്രയേറെ ഞങ്ങൾ മാനസികവും ശാരീരികവുമായി അടുത്തു പോയവരാണ്. രണ്ടും സ്ത്രീകളാണെന്ന് ആലോചിക്കണം. മാനസികമായും ശാരീരികമായും അടുത്തു പോയവരാണ്. വിവാഹമേ ഞങ്ങൾ വേണ്ടാന്ന് തീരുമാനിച്ചതാണ്. അങ്ങനെ വിവാഹം കഴിക്കുന്നതിന് ഒരു പുരുഷനെ തന്നെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചവരാണ്. അങ്ങനെ ഇപ്പോൾ അവൾ ഒരു ഇപ്പോഴെന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോൾ നല്ല പ്രായമുണ്ട്. ഒരു പ്രായം ഒരു 40-45 വയസ്സ് എന്താ വരും തോന്നും. അവളുടെ ഭർത്താവ് കറക്കാൻ പോകുന്ന ഒരാളാണ്. അയാളുടെ ഒപ്പം ജീവിക്കുകയാണ് 2 കുട്ടികളൊക്കെ ആയിട്ട്. എനിക്കതൊരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല. കാര്യം ഞങ്ങളാണ് ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ അത് സാധിച്ചില്ല. ഞാൻ മരണപ്പെട്ടു പോയി. പക്ഷെ അവൾ ഒരു സ്വന്തം ജീവിതം എടുത്തു. മറ്റൊരു പുരുഷനോടൊപ്പം അവൾ ജീവിക്കുന്നു. അപ്പോൾ ആ പുരുഷനിലേക്ക് ഞാൻ കയറാൻ ശ്രമിച്ചു. അതായത് അവളുടെ ഈ കറവക്കാരൻ ഭർത്താവിലേക്ക് ഞാൻ കയറാൻ ശ്രമിച്ചു. എനിക്കത് വിജയിച്ചില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഈ ശരീരം ആ വീട്ടിൽ ഈ പുലർച്ചെ വരുന്നത്. പുലർച്ചെ എന്ന് വെച്ചാൽ ഈ ഭർത്താവ് 3 മണിക്ക് എന്തോ കറക്കാൻ പോകുന്ന സമയത്തിന് ഇവ അവിടെ കറവക്കാരനായിട്ട് കയറുന്നു. അപ്പോൾ ഇവൻ്റെ ശരീരത്തിൽ കയറി ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കുന്നു എന്നാണ് ഈ ശരീരത്തിൽ നിൽക്കുന്ന ഈ പ്രേതം പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഒരു പിടിയും കിട്ടുന്നില്ല. ആകെ വട്ടായിപ്പോയി. നമ്മൾ എല്ലാവരും കേട്ട് നിന്നവരും എല്ലാ കാര്യം ഇതങ്ങോട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ എത്ര ബോംബാണ് അവിടെ പൊട്ടുന്നതെന്ന് ആലോചിച്ച് നോക്കണം. ഒരു പ്രേതം വന്ന് ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് അവിടെ അടുത്ത ഇതങ്ങോട്ട് കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ പൂജ തീർത്ത് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും. ഈ ചെറുപ്പക്കാരൻ്റെ രഹസ്യം കംപ്ലീറ്റ് പൊളിഞ്ഞു. ഇവന് അവിടെ നിന്നൊരു പ്രേതം കിട്ടി. പിന്നെ ഇവൻ എവിടെയാണ് ഈ വെളുക്കുന്നത് വരെ പോകുന്നതെന്ന് എല്ലാവരും കേട്ടു. അവൻ്റെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, പിന്നെ ഒരു സഹോദരനുണ്ട്, അവൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും മനസ്സിലായി ഇവ എവിടെയാണ് പോകുന്നതെന്ന്. പിന്നെ ആ സ്ത്രീ അവരുടെ ഉള്ള മാനം കപ്പൽ കയറി, അതും പോയി. അപ്പോൾ ഇതെങ്ങനെ നീ ഈ ശരീരത്തിൽ കയറിയെന്ന് ചോദിച്ചാൽ, ഈ മദ്യപിച്ചിട്ട് ഇവ നേരെ ആ
വീടിൻ്റെ അടുത്ത് പോകും. വീടിൻ്റെ അടുത്ത് പോയിട്ട് അതിൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു തെങ്ങും തോപ്പുണ്ട്. ഒരുപാട് തെങ്ങുകൾ നിൽക്കുന്ന ഈ നടുക്കൂടെ തോടും ഒക്കെ ആയിട്ടുള്ളത്. അതിൻ്റെ ഈ തെങ്ങും പണ കഴിഞ്ഞാൽ അങ്ങ് അറ്റത്തായിട്ട് പോകുന്നത് ഒരു വലിയ തോടോ നദിയോ എന്തോ ഒഴുകി പോകുന്നുണ്ട്. ഇവൻ ആ നദിയിൽ എന്തോ വീണാണ് ഈ സ്ത്രീ മരിച്ചുപോയത്. ഇവൻ ഇവിടെ നിന്ന് പോയിട്ട് ഈ കറവക്കാരൻ പുറത്ത് പോകുന്നത് വരെ ഇവ അവിടെ എവിടെയും പോയി പതുങ്ങിയിരിക്കും. ഇരുന്നിട്ടാണ് ഇവ ഈ വീട്ടിൽ ഇവൻ കയറുന്നത്. ആ ഇരുന്ന സമയത്തിനെന്തോ ഇവനിൽ പിന്നെയും പിടിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ പിന്നെ അതിനെ ഒഴിവാക്കാൻ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരു വിധത്തിൽ ഈ സാധനം പോകില്ല. ഇത് ആണാണോ പെണ്ണാണോ എന്ന് പോലും അറിഞ്ഞുകൂടാത്തൊരു വിധത്തിലേക്ക് പോയി. അതായത് ഈ പറഞ്ഞതൊക്കെ ആണ് പെൺവേഷം കിട്ടിയെങ്കിൽ അങ്ങനെ ഒരു രൂപമായിരിക്കാം എന്ന് എനിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനൊന്നും തുറന്ന് പറഞ്ഞില്ല. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ ഒന്ന് ചിന്തിച്ചെടുത്താൽ മനസ്സിലാകും എന്താണ് സംഭവിച്ചതെന്ന്. അതിന് ഒരുപാട് ഞങ്ങൾ കഷ്ടപ്പെട്ടു. ഇതിനെ ഒഴിവാക്കി പൂജ അങ്ങോട്ട് ഒരുപാട് സമയമെടുത്തു. പൂജ തീർന്ന് അതങ്ങോട്ട് മുഖിയായി വരും തോറും എൻ്റെ മനസ്സിൽ എപ്പോഴാണെന്ന് വെച്ചാൽ പുറത്തടി നടക്കും ഇപ്പോഴും. കാര്യം വെച്ചാൽ ഈ കറവക്കാരൻ്റെ വീട് വലിയ ദൂരമൊന്നുമല്ല. നാട്ടിലെ പലരും അവിടെ നിൽക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു പ്രേതം വന്ന് ചെയ്ത ഈ ഒരു പരാക്രമം അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മൊത്തവും കലക്കിയിട്ടാണത് പോയത്. ഇവൻ ആ സ്ത്രീയായിട്ട് കറവക്കാരൻ്റെ ഭാര്യ യവനുമായിട്ടുള്ള രഹസ്യബന്ധം ഇവ അവിടെ സ്ഥിരം പോകുന്നതായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പ്രേതം പിടിച്ച കാര്യം. ആ സ്ത്രീക്ക് പണ്ടൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നതും ആ കൂട്ടുകാരിയും അതായത് രണ്ട് സ്ത്രീകൾ അവർ തമ്മിലുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ചുമൊക്കെ മൊത്തം സത്യം പറഞ്ഞാൽ നാറ്റ കേസായി. ഇതിൽ ഇടപെടണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇതൊന്നും അറിഞ്ഞിട്ടല്ലല്ലോ നമ്മൾ അവിടെ ചെന്ന് ഈ ശരീരത്തെ വന്നിട്ടല്ലേ ഇത് പറഞ്ഞത്. പക്ഷെ ഇതെല്ലാം പറഞ്ഞതെല്ലാം സത്യമാണ്, അതിന് സംശയമൊന്നുമില്ല. കാര്യം യവൻ അവിടെ പോയി അവന് കിട്ടിയെന്നുള്ള കാര്യം എല്ലാവർക്കും പിന്നീട് മനസ്സിലായി. അപ്പം പിന്നെ ഈ പറഞ്ഞ കണക്ക് ഈ സ്ത്രീയും ജീവിച്ചിരുന്നപ്പോൾ ആ രണ്ട് സ്ത്രീകളും തമ്മിൽ ഇങ്ങനെ ഒരു വല്ലാത്തൊരു മാനസിക ശാരീരിക ബന്ധം ഉണ്ടെന്ന് ഈ പ്രേതം വന്നിരുന്ന് പറഞ്ഞാൽ അതും വിശ്വസിച്ചേ പറ്റുള്ളൂ. എല്ലാവരും അത് വിശ്വസിച്ചു എന്നുള്ളതാണ്. പിന്നീട് അതൊക്കെ തീർത്തു. ഞാൻ ആരോട് യാത്ര പറയാൻ പോലും നിന്നില്ല. തീർന്നു കഴിഞ്ഞു. അവൻ ബോധം കെട്ട് വീണു. അതെല്ലാം ഒഴിവാക്കിയെടുത്ത് അവൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ ഇതെല്ലാം കൂടി പൊതിഞ്ഞ് ഈ അവകാശമെല്ലാം പൊതിഞ്ഞ് കൊടുത്തിട്ട് ആ നദിയിൽ തന്നെ കൊണ്ട് കളഞ്ഞേക്കാൻ പറഞ്ഞു. എന്നിട്ട് ഒരു 7 ദിവസം ചെയ്യേണ്ടുന്ന കർമ്മങ്ങളെ കൊണ്ട് അതെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം ഞങ്ങൾ അപ്പോഴും തന്നെ അവിടെ നിന്ന് വിട്ടു. പിന്നെ ഒന്നിനും നിന്നില്ല. കാര്യം എല്ലാവരും നിശബ്ദരാണ്. യവൻ ബോധം ഒക്കെ വീണ് ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്ക് യവൻ ബോധമൊക്കെ വീണ് മുഖമൊക്കെ തുളച്ച് ചൂട് കാപ്പിയും കുടിച്ചുകൊണ്ട് അവിടെ ഇരിക്കണം. പാവപ്പെട്ടവൻ അറിഞ്ഞുകൂടാ എന്തൊക്കെയാണ് ഈ അബോധാവസ്ഥയിൽ വിളിച്ച് പറഞ്ഞതെന്ന്. ഈ ശരീരത്തെ വന്ന് പ്രേതം പറഞ്ഞത് അവനറിയില്ല. ഞാൻ ഇറങ്ങിയിട്ട് ജീപ്പിൽ കയറുമ്പോൾ ഞാൻ ഒന്ന് നോക്കി. ഒരു പാവപ്പെട്ട ഇരയാണ് ഇരിക്കുന്നത്. അവനെ ഇനി എല്ലാവരും കൂടെ കൊത്തിക്കീറും എന്നൊരു സംശയം വേണ്ട. അവൻ ചെയ്തതിൻ്റെ പണി തന്നെയാണ്. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രേതം വന്നിട്ട് കാണിക്കുന്ന ചില വേലകളെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ പുറത്ത് പറയാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള സംഭവം. അതിൽ ചിലതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ സ്വന്തം കാര്യങ്ങൾ നടത്താൻ ഇതേ കണക്കുള്ള അവിഹിതങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പ്രേതം പിടിച്ചെന്ന് പറഞ്ഞിട്ട് തന്നെ പലരും ഇതേ കണക്കുള്ള ഉടായ്പകൾ ചെയ്തിട്ടുള്ള അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഞാൻ എൻ്റെ ഈ ചാനലിൽ പറയുന്നുണ്ട്. അപ്പോൾ പ്രേത അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ ഒരു പ്രേതം നമ്മുടെ ശരീരത്തിൽ വന്നിട്ട് ഇത് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ ഒരു പിടിയും കിട്ടുന്നില്ല. പക്ഷേ നമ്മൾ ശരീരത്തിൽ വരാതിരിക്കാൻ നമ്മളിതിനെ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ ഒരിക്കലും ഭയപ്പെടരുത്. ഞാൻ വീണ്ടും 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 പറയുന്നത്, ഇതിനെ നമ്മൾ പേടിക്കരുത്. ഈ പണ്ടാരം നമ്മളിലേക്ക് വന്നു പോയാൽ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് നമുക്കറിയാം. നമ്മളെ മനസ്സിലൊരു രഹസ്യം നമ്മൾ നടത്തുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് ആരും അറിയില്ല എന്ന് വിചാരിക്കും. പക്ഷെ അത് കാണുന്ന ഒരുപാട് ഇതേക്കുള്ള നെഗറ്റീവ് പവറുകൾ നമ്മളെ ചുറ്റിരുന്നിപ്പുണ്ടെന്ന് ചിന്തിക്കുക. അത് നമ്മുടെ ശരീരത്തിലേക്ക് വല്ലതും കയറിക്കഴിഞ്ഞാൽ പിന്നെ വിളിച്ച് പറയുന്നതൊന്നും നമുക്ക് 7 കടലിൽ പോയി മുങ്ങി കുളിച്ചാലും തീരാത്ത അത്രയും വൃത്തികെട്ടതായിരിക്കും. സൂക്ഷിക്കുക, എല്ലാവരും സൂക്ഷിക്കുക. പ്രേതത്തിനെയും സൂക്ഷിക്കുക. ഇതുപോലുള്ള ചില രഹസ്യ ബന്ധങ്ങളുണ്ടെങ്കിൽ അതും നമ്മൾ സൂക്ഷിക്കുക. മറ്റുള്ളവരെ കണ്ടില്ലെങ്കിൽ ഇതുപോലുള്ള പ്രേതങ്ങൾ കണ്ടു നിൽക്കുന്നുണ്ടായിരിക്കാം. അവർ ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് കയറിയാൽ നമ്മൾ ഇനി നാറാനൊന്നും ഉണ്ടാവില്ല ജീവിതത്തിൽ. ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം എന്തായെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും പിന്നെ അന്വേഷിക്കാൻ പോയില്ല എന്ന് വെച്ചാൽ എനിക്ക് അത് എന്തായെന്ന് അറിഞ്ഞാൽ അത് താങ്ങാനുള്ള മനക്കെട്ടിയൊന്നും എനിക്കില്ലായിരുന്നു. കാര്യം എനിക്കറിയാം ഇതെന്തായി തീരുമെന്നുള്ള കാര്യം. എന്തായാലും ഞാൻ ഒന്നും അന്വേഷിക്കാൻ പോയില്ല. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവൻ്റെ കൂട്ടുകാരന്മാർ പിന്നീട് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞാൽ അതൊന്നും എനിക്ക് പങ്കുവയ്ക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ
നമ്മൾ ചെയ്യുന്ന പല വൃത്തികേടുകളും നമ്മൾ മറച്ചു വെച്ചാൽ പോലും ഇതുപോലുള്ള ചില അനുഭവങ്ങളുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കറണ്ട് പോയി, അങ്ങനെ ഒരു ലൈറ്റ് ഓഫ് ആയിപ്പോയി. അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു വീഡിയോയ്ക്ക് ഒരു ചേഞ്ച് വന്നത്. എന്തായാലും ഇത് പറഞ്ഞങ്ങ് നിർത്താമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്തോളൂ. നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഭൂമിക്കോ നിങ്ങളുടെ വീടിനോ ഭൂമിദോഷമോ വാസ്തുദോഷമോ സർപ്പദോഷമോ പ്രേതബാധ ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ട്, ഇങ്ങനെയുള്ളതൊക്കെ നേരിട്ട് അവിടെ വന്നാലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും ഞാൻ അല്ലെങ്കിൽ എൻ്റെ മകൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് ഞങ്ങൾ കണ്ടുപിടിച്ച് അതിനെ പിന്നീട് ഞങ്ങൾ പൂർണ്ണമായും മാറ്റിത്തരികയും ചെയ്യാം. അപ്പോൾ ഈ ഓൺലൈൻ വഴി അല്ലാതെ തന്നെ നേരിട്ട് നമുക്ക് സംസാരിക്കുക, അതായത് ജ്യോതിഷങ്ങൾ അറിയാൻ നേരിട്ട് വരാനുള്ള സംവിധാനമുണ്ട്. അത് തിരുവനന്തപുരത്താണ് വരേണ്ടത്. അങ്ങനെ വരുന്നവർ ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനം ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.